നീൽഗിരി മൗണ്ടൻ ട്രെയിൻ, ഈ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടോയ് ട്രെയിൻ. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മേട്ടുപ്പാളയത്ത് നിന്നാണ് ഈ ട്രെയിനിൽ കയറിയത്. ഇനി ഞാൻ ഇറങ്ങാൻ പോകുന്നത് ഉദകമണ്ഡലത്തിലാണ്, അതായത് ഊട്ടിയിലാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടി വരെയുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. X37397 ഇവനാണ് മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടി വരെ എന്നെ എത്തിക്കാൻ പോകുന്നത്. ഈ എഞ്ചിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബെറ്റ ക്വീൻ. ബഡുഗ ഭാഷയിൽ ബെറ്റ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. അപ്പോൾ പർവ്വതങ്ങളുടെ രാജ്ഞിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ. ഇതിൽ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീൽഗിരി മൗണ്ടൻ റെയിൽ എക്സ് ക്ലാസ് ലോക്കോമോട്ടീവ് ആണെന്നാണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എക്സ് ക്ലാസ് എഞ്ചിൻ. ബെറ്റ ക്വീൻ മാനുഫാക്ചർ ചെയ്തത് ഗോൾഡൻ റോക്ക് റെയിൽവേ വർക്ക്ഷോപ്പിലാണ്. ഗോൾഡൻ റോക്ക് വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ്. അതായത് ഈ എഞ്ചിൻ ഇന്ത്യൻ മെയ്ഡാണ്. ബെറ്റ ക്വീൻ എഞ്ചിൻ 2012 നിർമ്മാണം പൂർത്തിയായ എഞ്ചിനാണ്. ബ്രിട്ടീഷ് ഇന്ത്യ ടൈം മുതൽ 1952 വരെ സ്വിസ് ലോക്കോമോട്ടീവ് ആൻഡ് മെഷീൻ വർക്ക്സ് സ്വിറ്റ്സർലൻഡിൽ നിന്നായിരുന്നു എഞ്ചിൻ മേടിച്ചിരുന്നത്. പിന്നീട് നീണ്ട 59 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ആദ്യമായി നീലക്കുറിഞ്ഞി എന്ന പേരിൽ എഞ്ചിൻ നിർമ്മിച്ചു. X37396 ആണ് നീലക്കുറിഞ്ഞി ലോക്കോമോട്ടീവിൻ്റെ നമ്പർ. ആദ്യകാലത്തെ എഞ്ചിനുകളെല്ലാം കോൾ ഫയർഡ് എഞ്ചിനുകളായിരുന്നു. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൽക്കരി കത്തിച്ച് വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി ആ നീരാവിയുടെ ഫോഴ്സിൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നു. കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന എഞ്ചിനുകൾ 2002 ഓയിൽ ഫയർഡ് എഞ്ചിനുകളാക്കി മാറ്റി. നമ്മുടെ ബെറ്റ ക്വീനും ഓയിൽ ഫയർഡ് എഞ്ചിനാണ്. ലോക്കോ പൈലറ്റിൻ്റെ ക്യാബിൻ മോഡേൺ എഞ്ചിനുകളുടെ ക്യാബിനുമായി കമ്പയർ ചെയ്യുമ്പോൾ നല്ലപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ ലിവറും സ്വിച്ചസും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും ലോക്കോ പൈലറ്റ് തിരിക്കുകയും പ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പറേഷൻ പഠിച്ചെടുക്കാൻ തന്നെ നല്ല പാടാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നമ്മുടെ ലോക്കോ പൈലറ്റിൻ്റെ പേര് പ്രകാശ് എന്നാണ്. ബഡുഗയാണ്. ബഡുഗാസ് ഊട്ടിയിലെ ലോക്കൽ കമ്മ്യൂണിറ്റിയാണ്. എനിക്കൊരു ബഡുഗ ഫ്രണ്ടുണ്ട്, നരേന്ദ്രൻ. ഞാൻ നരേൻ എന്നാണ് വിളിക്കാറ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഡുഗാസ് വളരെ ഫ്രണ്ട്ലി ആയ ആൾക്കാരാണ്. എല്ലാവരോടും സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയും പെരുമാറുന്നവരാണ് ബഡുഗാസ്. ലോക്കോ പൈലറ്റ് പ്രകാശ് അങ്ങനെ ഒരാളാണെന്നാണ് എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ട്രെയിനിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരാമെന്ന് എന്നോട് പറഞ്ഞു. വീഡിയോയിൽ സംസാരിക്കണമെങ്കിൽ ഹയർ അതോറിറ്റീസിനോട് പെർമിഷൻ മേടിക്കണം. പെർമിഷൻ എടുത്താലേ വീഡിയോയിൽ സംസാരിക്കാൻ പറ്റുമെന്നും എന്നോട് പറഞ്ഞു. പ്രകാശിൻ്റെ വീട് ലൗഡെയിലിനടുത്താണ്. ബെറ്റ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തന്നത് പ്രകാശാണ് കേട്ടോ, ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഡുഗ ലാംഗ്വേജിന് ലിപിയില്ല. കന്നഡയുമായി കുറച്ചൊക്കെ സാമ്യവുമുണ്ട്. ഇനി ബോഗികൾ കൂടി ഒന്ന് കാണാം. ഏറ്റവും മുന്നിലെ ബോഗി F1 ഫസ്റ്റ് ക്ലാസ് റിസർവേഷനാണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൻ്റെ റേറ്റ് 600 രൂപയാണ്. 600 കൂടെ അഡീഷണൽ ഫീസൊക്കെ വരും ഓൺലൈനായിട്ട് റിസർവ് ചെയ്യുമ്പോൾ. പക്ഷേ ബേസ് പ്രൈസ് 600 ആണ്. അഡീഷണൽ ചാർജ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 600 പ്ലസ് ചില്ലറ എന്ന് കരുതിയാൽ മതി. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള 2 ബോഗിയും സെക്കൻഡ് ക്ലാസ് ആണ്, D1ഉം D2ഉം. സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ചാർജ് ചെയ്യുന്നത് 295 രൂപയാണ്. 295 പ്ലസ് അഡീഷണൽ ചാർജസ് വരും. D2വുമായി D1 കമ്പയർ ചെയ്യുമ്പോൾ D1 ബോഗിയുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് എനിക്കിഷ്ടപ്പെട്ടത്. ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന ആ ഒരു ടൈമിലുള്ള ബോഗിയുമായിട്ടൊക്കെ സിമിലർ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ബോഗി തോന്നിയത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പുമാരും മദാമ്മമാരുമൊക്കെ ഈ ബോഗിയിലും ഫസ്റ്റ് ക്ലാസ് ബോഗിയിലുമൊക്കെ ഇരിക്കുന്നതും ട്രെയിനിൽ സഞ്ചരിക്കുന്നതുമൊക്കെയായി എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ട്. സീറ്റുകളൊക്കെ പഴമയുമായി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ D2 ബോഗിയുടെ അവസ്ഥ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ ബസ്സിൻ്റെ സീറ്റില്ലേ, ഓർഡിനറി ബസ്സിൻ്റെയൊക്കെ സീറ്റ്, അതുപോലെയാണ്. D2ലെ സീറ്റുകൾ തമ്മിലുള്ള സ്പേസും കുറവാണ്. കാലിന് നീളമുള്ളവർ
ഇവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. F1ഉം D1ഉം ബ്രിട്ടീഷ് രാജിനെയാണ് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഴമയാണ് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ, ഇന്ത്യൻ ദാരിദ്ര്യം ഓർമ്മിപ്പിക്കുന്ന കമ്പാർട്ട്മെൻ്റ് ആയിപ്പോയി D2. D2 കഴിഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ലക്കുണ്ടെങ്കിൽ കയറാം. രാവിലെ വന്ന് ക്യൂ ഒക്കെ നിന്നാൽ ചിലപ്പോൾ കയറാൻ സാധിക്കും. എല്ലാവരെക്കാളും മുന്നേ വന്ന് ക്യൂ ഒക്കെ നിൽക്കണമെന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം പറയാം, ലക്കുള്ളവരായിരിക്കും ജനറൽ ബോഗിയിൽ സഞ്ചരിക്കുന്നത്. ജനറൽ ബോഗി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനാണ് ബെറ്റ ക്വീൻ. എനിക്ക് കിട്ടിയ ബോഗി നമ്മുടെ ദാരിദ്ര്യം ബോഗിയാണ് കേട്ടോ. ബസ്സിൻ്റെ സീറ്റുള്ള ബോഗി. 46 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജേർണിയാണ്. രാവിലെ 7:10 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യാത്ര ഏകദേശം 4 മണിക്കൂർ 45 മിനിറ്റൊക്കെ എടുക്കുമെന്നാണ് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനി റിയലായിട്ട് ഡ്യൂറേഷൻ ടൈം എത്രയായിരിക്കുമെന്ന് യാത്ര ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ട്രെയിൻ പോകുന്ന സ്ഥലങ്ങൾക്ക് ടിപ്പിക്കൽ തമിഴ്നാട് വില്ലേജിൻ്റെ വൈബാണ്. ബിൽഡിങ്ങുകളും കൃഷിസ്ഥലങ്ങളുമെല്ലാം ആ ഒരു വൈബാണ് നൽകുന്നത്. ഇടയ്ക്ക് തെങ്ങിൻ തോപ്പും കമുകിൻ തോട്ടവുമെല്ലാം ഞാൻ കണ്ടു. ഈ ഒരു ഏരിയയിൽ മയിലുകൾ ധാരാളമുണ്ടെന്ന് തോന്നുന്നു. മയിലുകളെല്ലാം ഈ ഒരു സ്ഥലത്തിൻ്റെ ഭാഗമായി തീർന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഒരു മേജർ ചലഞ്ചായിരിക്കും മയിലുകൾ. മയിലുകൾ വിളകൾ നശിപ്പിക്കാൻ ഫേമസ് ആണ്. പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമെല്ലാം മയിലുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കൃഷി ഇവിടെ ഒരു ചലഞ്ച് തന്നെയായിരിക്കും. ഇതുകൂടാതെ അരോചകമായ ഹോങ്കിങ് സൗണ്ട് ഉണ്ടാക്കാനും മയിലുകൾക്ക് കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മയിലിന് ലുക്ക് മാത്രമേ ഉള്ളൂ, വർക്ക് കൂടുതലും ഉപദ്രവമാണ്. മേട്ടുപ്പാളയം ഊട്ടി ട്രിപ്പിലെ ഫസ്റ്റ് മേജർ അട്രാക്ഷൻ ഈ കാണുന്ന ഭവാനി നദിയാണ്. ഭവാനി നദി നീൽഗിരി ഹിൽസിൽ നിന്ന് ഉദ്ഭവിച്ച് സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരിയിലേക്ക് ചേരും. ഇൻ്റർസ്റ്റേറ്റ് നദിയാണ് ഭവാനി എന്ന് പറയാം. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഇൻ്റർസ്റ്റേറ്റ് നദിയാണ് ഭവാനി. ഫസ്റ്റ് സ്റ്റോപ്പ് കല്ലാറിലാണ്, കല്ലാർ സ്റ്റേഷൻ. അവിടെ നിന്ന് ആരും കയറാനൊന്നുമില്ല, ജസ്റ്റ് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ആ സ്റ്റേഷനിൽ നിർത്തുന്നതാണ്. വെള്ളം നിറയ്ക്കുന്നതൊന്നും നമുക്ക് കാണാം. കല്ലാർ സ്റ്റേഷൻ്റെ MSL 381.24 മീറ്ററാണ്. സീ ലെവലിൽ നിന്ന് വെറും 381.24 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനിയാണ് എലിവേഷനിലെ സ്റ്റീപ്പ് റൈസ് കാണാൻ പോകുന്നത്. ഊട്ടി എത്തുമ്പോൾ MSL എത്ര മീറ്റർ ആകുമെന്ന് നോക്കാം. ബെറ്റ ക്വീൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെറ്റ ക്വീൻ്റെ വയറ് നിറയുന്നത് വരെ, അതായത് ടാങ്ക് നിറയുന്നത് വരെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. ബെറ്റ ക്വീന് വെള്ളം കൊടുക്കാൻ ഇവർ ഒരു പിശുക്കും കാണിക്കില്ല. ബെറ്റ ക്വീന് സ്വന്തമായി 3-4 സ്റ്റാർസ് ഉണ്ട്. സ്റ്റാർസ് ഭംഗിക്കാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഹിഡൻ മീനിങ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കുറേ കാട്ടരുവികളുടെ മുകളിലൂടെയൊക്കെയാണ് ബ്രിഡ്ജ് ഉള്ളത്. ചില കാട്ടരുവികളിൽ വെള്ളമൊന്നുമില്ല, പക്ഷേ ചിലതിലുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ മറ്റൊരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, അത് കാണിക്കാം. ഇതായിരിക്കണം ഈ റൂട്ടിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ്. നീളം മാത്രമല്ല, ബ്രിഡ്ജിന് കേവുമുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് നല്ല ഹൈറ്റിലാണ്. വ്യൂവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യൂ ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് സ്പെക്ടാക്കുലർ. അടിയിലൂടെ അരുവി, മുകളിലൂടെ ട്രെയിൻ. ആ ട്രെയിനിലിരുന്ന് ഞാൻ ഈ കാഴ്ചകളെല്ലാം കൺകുളിർക്കെ കാണുന്നു. എല്ലാവരുടെയും തല ട്രെയിൻ വിൻഡോയുടെ പുറത്താണ്. തല പുറത്തിടാനുള്ള കാരണം ഒന്നേ ഉള്ളൂ, സ്റ്റണ്ണിങ് വ്യൂ. മഴക്കാലത്ത് അത്യാവശ്യം ഫോഴ്സിൽ ഒഴുകുന്ന അരുവിയായിരിക്കണം ഇതാ ഈ കാണുന്ന അരുവി. ജാനുവരിയിൽ ഇത്രയും വെള്ളമുണ്ടെങ്കിൽ റെയിനി സീസണിൽ അത്യാവശ്യം നല്ല വോളിയം വെള്ളം ഈ അരുവിയിൽ കാണും. ഇതുപോലെ വലുതും ചെറുതുമായ 250 ബ്രിഡ്ജുകൾ താണ്ടിയാണ് ടോയ് ട്രെയിൻ ഊട്ടിയിലെത്തുന്നത്. എല്ലാ ബ്രിഡ്ജും ഇത്രയും വലുതല്ല, ചിലത് ഇതുപോലെ വലുതാണ്, ഭൂരിഭാഗവും ചെറുതാണ്. ഈ 250-ൽ 32 ബ്രിഡ്ജുകൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ്, ബാക്കിയെല്ലാം ചെറുതാണ്. ബ്രിഡ്ജ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നേച്ചറിൻ്റെ ഭംഗിക്ക് ഒരു കുറവുമില്ല, ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിലൂടെയല്ലേ യാത്ര, പിന്നെ നേച്ചറിന് ഭംഗിയില്ലാതിരിക്കുമോ? കല്ലാർ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കയറ്റം തുടങ്ങുവാണ്. കയറ്റം തുടങ്ങുന്നതുകൊണ്ട് തന്നെ ട്രാക്ക് ആൻഡ് പീനിയൻ എൻഗേജ് ആവും. അതായത് ട്രാക്കിൻ്റെ നടുക്കൂടെ പല്ല് പോലെ ഒരു സ്ട്രക്ചർ കൂടെ ഉണ്ട്. അത് അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ ഞാൻ കാണിക്കാം. ഇവിടുന്ന് എനിക്ക് കാണാൻ സാധിക്കും മുന്നോട്ട് നോക്കുമ്പോൾ, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണില്ല. അത് അടുത്ത സ്റ്റേഷനിൽ കാണിക്കാം. ഇതാ ഈ കാണുന്നതാണ് റാക്ക് ആൻഡ് പീനിയനിലെ റാക്ക്. റെയിൽവേ ലൈനിൻ്റെ നടുക്കായി റാക്കുകൾ 2 എണ്ണമുണ്ട്. 2 റാക്കുകളുടെയും പല്ലുകൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. 2 പല്ലുകളുടെ ഏകദേശം മിഡിലിൽ വരുന്നത് പോലെയാണ് രണ്ടാമത്തെ റാക്കിൻ്റെ പല്ല് വെച്ചിരിക്കുന്നത്. ഇതാ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2 ടീത്തിൻ്റെയും മിഡിലായിട്ടാണ് റൈറ്റ് സൈഡിലുള്ള ടീത്ത്. എല്ലാ പല്ലുകൾ ശ്രദ്ധിച്ചാലും അങ്ങനെയാണ്. ഒരു ലാഡർ പോലെ പ്രവർത്തിക്കാനാണ് റാക്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ലാഡർ കയറാനായി ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ അടിയിലും കോച്ചുകളുടെ അടിയിലും പല്ലുകളുള്ള വീൽ സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ റാക്ക് ആൻഡ് പീനിയൻ എന്താണെന്ന് മനസ്സിലായില്ലേ? കല്ലാർ തുടങ്ങി കൂനൂർ വരെ കയറ്റം കയറിയാണ് ട്രെയിൻ പോകുന്നത്. കയറ്റം കയറുമ്പോൾ വണ്ടി പിന്നോട്ട് പോകാതിരിക്കാനും എഞ്ചിൻ്റെ പുഷിന് ഒരു സപ്പോർട്ട് കൊടുക്കാനുമാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേഷൻ്റെ പേര് അഡർലി എന്നാണ്. ഇത് വാട്ടർ സ്റ്റോപ്പാണ്. നമ്മുടെ ബെറ്റ ക്വീൻ കയറ്റം കയറുന്നത് കൊണ്ട് എല്ലാ സ്റ്റേഷനിൽ നിന്നും വെള്ളം കുടിച്ച് വയറ് നിറച്ചിട്ടേ യാത്ര തുടരൂ. അതുകൊണ്ട് ഓരോ സ്റ്റേഷനിലെയും സീനറി കണ്ട് ആസ്വദിക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം കിട്ടും.
അഡർലി സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടൻ ടണലാണ്. ഈ ഒരു സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. ഒരു സൈഡിൽ മലയാണെങ്കിൽ മറു സൈഡിൽ താഴ്ചയുള്ള കൊക്കയാണ്. ശരിക്കും ഈ ഒരു റെയിൽവേ ലൈൻ ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. എങ്ങനെയായിരിക്കും ഇങ്ങനെയൊരു റെയിൽവേ ലൈൻ 1800കളുടെ അവസാനത്തിൽ നിർമ്മിച്ചത്? ടെക്നോളജിയിലെ കുറവ് പ്രയത്നം കൊണ്ടും ബുദ്ധി കൊണ്ടും കോമ്പൻസേറ്റ് ചെയ്ത് നിർമ്മിച്ചതാകും. ഫുട്ബോൾ കമൻറ്റേറ്റേഴ്സ് പറയുന്നത് പോലെ കോമ്പിനേഷൻ ഓഫ് ജീനിയസ്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. അതായിരിക്കണം നീൽഗിരി മൗണ്ടൻ റെയിൽവേ പണിതവരുടെ കമ്പൈൻഡ് ട്രേറ്റ്സ്. ഇനി അഡർലി സ്റ്റേഷൻ കഴിഞ്ഞുള്ള ടണലിലൂടെ പോണ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഈ ഒരു സ്റ്റേഷനിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. വിൻഡോ ഒന്നും ക്ലോസ് ചെയ്യാതെ കാഴ്ച കാണാൻ പോയാൽ കുരങ്ങന്മാർ ബാഗൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ജാഗ്രത. ട്രെയിൻ ടണലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എല്ലാവരും കൂകുന്നത് എന്തിനായിരിക്കും? ഇനി കൂകുന്നത് എക്കോ കേൾക്കാനാണോ, അതോ ചുമ്മാ ഒരു രസത്തിനായിരിക്കുമോ? ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയില്ലെങ്കിലും ഞാനും ആ ആചാരത്തിൽ മുറുകെ പിടിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ കാലം കൂടി കൂകിക്കൊണ്ടായിരിക്കും ഒരു ടീനേജറിൻ്റെ എനർജിയൊക്കെ എനിക്ക് ഫീൽ ആകുന്നുണ്ട്. ട്രെയിനിന് ഒരു പ്രത്യേക സൗണ്ട് ഫീൽ ആകുന്നുണ്ടോ? ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഒരു പ്രത്യേക റിതം. ശ്രദ്ധിച്ച് കേട്ടാൽ റാക്ക് ആൻഡ് പീനിയൻ എൻഗേജ് ആകുന്ന സൗണ്ട് കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആ സ്പെഷ്യൽ റിതം ട്രെയിനിന് നൽകുന്നത് റാക്ക് ആൻഡ് പീനിയൻ ആണ്. മ്യൂസിക് ടു ഇയേഴ്സ്. എനിക്ക് ഈ സൗണ്ട് ഇഷ്ടപ്പെട്ടു. എത്ര കേട്ടാലും മടുക്കാത്ത ടൈപ്പ് സൗണ്ട്. കൊള്ളാം. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇതുവരെയുള്ള യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച മല ഞാൻ കാണിക്കാം. രാമക്കൽമേടുള്ള മലയോടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന മല. ഇതാ കാണുന്നില്ലേ? കുറച്ച് മിസ്റ്റി ആയതുകൊണ്ട് വീഡിയോയിൽ മല അത്രയ്ക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല. രാമക്കൽമേടുള്ള മലയുടെ അത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. രാമക്കൽമേടുള്ള മലയുടെ റോക്ക് സ്ട്രക്ചറൊക്കെ ഡിഫറെൻ്റ് ആണ്. ആദ്യം കണ്ടപ്പോൾ രാമക്കൽമേടുള്ള മല പോലെയാണ് തോന്നിയത്. ഇപ്പോൾ കുറേ നേരം നോക്കിയപ്പോൾ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മല കാണാൻ സൂപ്പറാണ്. മലയുടെ ഷേപ്പൊക്കെ കാണാൻ രസമാണ്. ആ മലയുടെ ടോപ്പിൽ നിന്ന് ഈ ട്രെയിൻ പോകുന്നത് നോക്കി നിൽക്കാൻ രസമായിരിക്കില്ലേ? അങ്ങനെ ആരെങ്കിലും അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരിക്കുമോ? ചാൻസ് കുറവാണ്. ആ ഒരു ഏരിയ ഫോറസ്റ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. അവിടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് കാണില്ലായിരിക്കും. ടണൽ നമ്പർ 6 കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ടണൽ കഴിയുമ്പോഴും ചെറിയൊരു പാലം വരുന്നുണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളി യാത്രയാണ്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം. ഹിൽഗ്രൂവ് സ്റ്റേഷനിൽ കാറ്ററിംഗ് സ്റ്റാളൊക്കെ ഉണ്ട്. ഇവിടെ ചെറുകടികളൊക്കെ കിട്ടും. സമോസ, ബജ്ജി, അങ്ങനെ കുറേ ഐറ്റം കിട്ടും. നമ്മുടെ ബെറ്റാക്വിന് ഒരു പണിയേ ഉള്ളൂ, സ്റ്റേഷനിലെത്തിയാൽ വെള്ളം കുടിക്കുക. ആ പരിപാടി ബെറ്റാക്വിൻ ഡെഡിക്കേഷനോടെ ചെയ്യുന്നുമുണ്ട്. ഇനിയൊരു സംഭവം കാണിക്കാം. യെല്ലോ കളറിലും റെഡ് കളറിലും 2 ലിവർ കണ്ടോ? യെല്ലോ ലിവർ ബോഗിയുടെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനാണ്. റെഡ് ലിവർ ബോഗിയുടെ ബ്രേക്കാണ്. നടുക്ക് കുറച്ച് ഉയരത്തിൽ ഒരു പോസ്റ്റ് പോലെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ? അതിലും ഒരു റെഡ് ലിവർ കണ്ടില്ലേ? ആ ലിവർ താത്തിയാൽ ട്രെയിൻ അവിടെ നിൽക്കും. സാധാ ട്രെയിനിലുള്ള ചെയിൻ പോലെയാണ്. എഞ്ചിനിൽ മാത്രമല്ല ബോഗിയിലും കൺട്രോളുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ എല്ലാ ബോഗിയിലും 2 ആൾക്കാരും കാണും. ഹിൽഗ്രൂവ് റെയിൽവേ സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് 1092.70 മീറ്റർ ഉയരത്തിലാണ്. കല്ലാർ 381.24 മീറ്റർ ഉയരത്തിലായിരുന്നു. ഹിൽഗ്രൂവിൽ എത്തിയപ്പോഴേക്കും കല്ലാറുമായി കമ്പയർ ചെയ്യുമ്പോൾ MSL ലെവൽ ഡിഫറൻസ് 711 മീറ്ററായി. ട്രെയിനിൽ ഇത്രയും ഉയരം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമല്ലേ? ഇന്ത്യയിൽ ഇങ്ങനെ ഉയരം കീഴടക്കുന്ന മലനിരകൾ കയറുന്ന മറ്റൊരു ട്രെയിൻ ഉണ്ടാകുമോ? എന്തായാലും സൗത്ത് ഇന്ത്യയിലില്ല. വേണമെങ്കിൽ ഉയരം കീഴടക്കുന്ന കാര്യത്തിൽ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ കോമ്പറ്റീഷൻ നൽകുന്നുവെന്ന് പറയാം. രണ്ടും ബ്രിട്ടീഷ് നിർമ്മിതികളാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ സംഭവിക്കും. അവർ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലും പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലും പുലികളാണ്. ഇനി നമുക്ക് നീൽഗിരി മൗണ്ടൻ റെയിൽവേ ലൈൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ഒന്ന് റിസർച്ച് നടത്തിയാലോ. നീലഗിരിയിൽ കോത്തർ, തോഡർ, ബഡുഗാസ്,
ഇരുളർ എന്നിങ്ങനെ കുറേ ട്രൈബ്സ് പണ്ട് മുതലേ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പുറം ലോകവുമായി അധികം ബന്ധമില്ലായിരുന്നു. 1820കളിൽ ബ്രിട്ടീഷുകാർ തണുത്ത കാലാവസ്ഥ തേടി നീലഗിരിയിലെത്തിയപ്പോഴാണ് നീലഗിരിക്ക് പുറം ലോകവുമായി കൂടുതൽ ബന്ധമുണ്ടായത്. 1870 ആയപ്പോഴേക്കും മദ്രാസ് ഗവൺമെന്റ് വേനൽക്കാലത്ത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഊട്ടിയിലേക്ക് മാറ്റി. ഊട്ടിയിൽ നിന്നായിരുന്നു മദ്രാസ് ഗവൺമെന്റ് വേനൽക്കാലങ്ങളിൽ ഭരിച്ചിരുന്നത്. മേട്ടുപാളയത്തിൽ നിന്നും ഊട്ടി വരെയുള്ള യാത്ര ആദ്യകാലങ്ങളിൽ നടന്നും കാളവണ്ടിയിലും കുതിരവണ്ടിയിലുമൊക്കെയായിരുന്നു. ഊട്ടിയെത്താൻ ദിവസങ്ങളോളം എടുക്കുമായിരുന്നു. അതുകൊണ്ട് യാത്ര സുഗമമാക്കാൻ 1873 ഡിസ്ട്രിക്ട് എഞ്ചിനീയറായിരുന്ന JLL മോറന്റ് റാക്ക് റെയിൽ നിർമ്മിക്കാമെന്ന സജഷൻ ഗവൺമെൻറ്റിന് കൊടുത്തു. അമേരിക്കയിലെ മൗണ്ട് വാഷിങ്ടൺ റെയിൽവേ ലൈനിനെക്കുറിച്ചും സ്വിറ്റ്സർലാൻഡിലെ റിജി റെയിൽവേ ലൈനിനെക്കുറിച്ചും അറിവുണ്ടായിരുന്ന മോറന്റ് ആ സെയിം ടെക്നോളജി യൂസ് ചെയ്താൽ മല കയറുന്ന റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ എളുപ്പമാകുമെന്ന് വിശ്വസിച്ചിരുന്നു. 1876 നിക്ലസ് റിഗൻബാക്ക് നീൽഗിരി മൗണ്ടൻ റെയിൽ പണിയാനുള്ള പ്രപ്പോസലുമായി മുന്നോട്ട് വന്നു. നിക്ലസ് റിഗൻബാക്കാണ് റാക്ക് സിസ്റ്റം കണ്ടുപിടിച്ചത്. സ്വിറ്റ്സർലാൻഡിലെ റിജി റെയിൽവേ പണിത എക്സ്പീരിയൻസും നിക്ലസിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലിലെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിന് അംഗീകരിക്കാവുന്നതിലും കൂടുതലായിരുന്നു. അങ്ങനെ ആ പ്രപ്പോസൽ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് ഡിക്ലൈൻ ചെയ്തു. സിലോൺ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് ചീഫായിരുന്ന സർ ഗിൽഫോർഡ് റിജി റാക്ക് സിസ്റ്റത്തേക്കാൾ നല്ലത് ABT സിസ്റ്റമാണെന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചു. ഹാർസ് മലനിരകളിലൂടെയുള്ള ട്രെയിൻ ABT സിസ്റ്റം മല കയറാൻ വിജയകരമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് സർ ഗിൽഫോർഡ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 1882 റിഗൻബാക്ക് മറ്റൊരു പ്രപ്പോസലുമായി വന്നു. ആ പ്രപ്പോസലിലെ ഫിനാൻഷ്യൽ ടേംസ് സാറ്റിസ്ഫാക്ടറി ആണെന്ന് തോന്നിയതുകൊണ്ടാകാം ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് അത് ആക്സെപ്റ്റ് ചെയ്തു. 1891 റെയിൽവേ ലൈനിൻ്റെ പണി തുടങ്ങിയത്. ക്യാഷ് തീർന്നു പോകുമ്പോൾ പണി മുടങ്ങും, പിന്നെയും ക്യാഷ് കണ്ടെത്തി പണി തുടങ്ങും. അങ്ങനെയായിരുന്നു പണിയുടെ ഒരു പാറ്റേൺ. 1891 തുടങ്ങിയ പണി പൂർത്തിയാക്കി ഫസ്റ്റ് ട്രെയിൻ സർവീസ് നടത്തിയത് 1898 വർഷം കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 1898 എന്നൊരു വർഷം കണ്ടു, 1899 എന്നൊരു വർഷം കണ്ടു. ഒരാർട്ടിക്കിൾ പറയുന്നത് 1898 ഫസ്റ്റ് ട്രെയിൻ സർവീസ് നടത്തിയത്. പിന്നീട് ഒരു മഴ വന്നപ്പോൾ റെയിൽവേ ട്രാക്കിന് കേടുപാടുകളൊക്കെ വന്നു, പിന്നെ സർവീസ് നിർത്തി. പിന്നെ റെയിൽവേ ട്രാക്കൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം 1899 വീണ്ടും റെയിൽവേ ലൈൻ റീഓപ്പൺ ചെയ്തു, സർവീസ് വീണ്ടും തുടങ്ങി. അങ്ങനെയാണ് ഒരാർട്ടിക്കിളിൽ കണ്ടത്. പക്ഷേ മറ്റൊരു ആർട്ടിക്കിളിൽ 1899 ഫസ്റ്റ് സർവീസ് തുടങ്ങിയത് എന്നാണ് കണ്ടത്. അപ്പോൾ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഞാനീ പറഞ്ഞ റെയിൽവേ ലൈൻ മേട്ടുപാളയം മുതൽ കൂനൂർ വരെ മാത്രമായിരുന്നു. കൂനൂർ നിന്നും ഊട്ടിയിലേക്കുള്ള ട്രാക്ക് എക്സ്റ്റൻഷൻ വർക്ക് പൂർത്തിയായത് 1908 അതായത് ആദ്യത്തെ സർവീസ് മേട്ടുപാളയം മുതൽ കൂനൂർ വരെയുള്ളായിരുന്നു. പിന്നീടാണ് ട്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഊട്ടി വരെ ആക്കിയത്. 1908 മുതലാണ് ഊട്ടിയിലേക്ക് ഈ ഒരു ടോയ് ട്രെയിൻ സർവീസ് നടത്താൻ തുടങ്ങിയത്. വളരെയേറെ ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടിട്ടും ബ്രിട്ടീഷുകാർ അവരുടെ ഡ്രീം പ്രോജക്റ്റ് 1908 കംപ്ലീറ്റ് ചെയ്തു. നീൽഗിരി മൗണ്ടൻ റെയിൽ പണിത കാലഘട്ടം ബ്രിട്ടീഷ് രാജായിരുന്നു. ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കീഴിലുള്ള സ്ഥലമായാണ് അവർ ഇന്ത്യയെ കണക്കാക്കിയത്. അല്ലെങ്കിൽ ഇത്രയും ക്യാഷും സമയവും ചെലവഴിച്ച് ഇങ്ങനെയൊരു റെയിൽവേ ലൈൻ പണിയില്ലായിരുന്നു. നമ്മളെ അവരുടെ ഭാഗമായി അവർ കണ്ടില്ലായിരിക്കാം, പക്ഷേ ഇന്ത്യ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഭാഗമായാണ് അവർ കണ്ടിരുന്നത്. അതിനുള്ള തെളിവ് കൂടിയാണ് ഈ ഒരു റെയിൽവേ ലൈൻ. ഫിനാൻഷ്യൽ സെൻസിൽ ആലോചിക്കുമ്പോൾ അവർ മുടക്കിയ പണം അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, അതുകൊണ്ട് മുടക്കുമുതൽ കിട്ടിക്കാണാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ ടോയ് ട്രെയിനിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ് റണ്ണിമേട് എത്തി. MSL 1407.68 മീറ്റർ. നമ്മുടെ ട്രെയിൻ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ കുത്തനെ മല കയറുന്ന ഫീലൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാർവലസ്. ഈ ഒഴുകുന്നത് കൂനൂർ നദിയാണ്. കൂനൂർ നദിയുടെ നടുക്കായിട്ട് ആ ഒരു മഞ്ഞ ഇലയുള്ള മരം കണ്ടില്ലേ, എന്നാ ഭംഗിയല്ലേ. അതെന്ത് മരമാണെന്നറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. പച്ചപ്പിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ മഞ്ഞ ഇലകൾ. എല്ലാവരും ആ ഒരു മരം ശ്രദ്ധിക്കും. ഇവിടെ വന്ന എല്ലാവരും, അതായത് ഞാൻ ഈ മരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അടുത്തുള്ള എല്ലാവരും ഈ മരത്തെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ, അങ്ങനെയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഫസ്റ്റ് അട്രാക്ഷൻ ഞാൻ ഈ പറഞ്ഞ മരം തന്നെയാണ്. ആ മരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ അതിമനോഹരമായ തേയിലത്തോട്ടം കാണാം. പിന്നെ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഇതാ ഈ കാണുന്ന ഫുൾ ഇലകൾ പൊഴിഞ്ഞ ഈ ഒരു മരമാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സൂപ്പർ ഭംഗി. ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് ആ ഫ്രെയിം ഭിത്തിയിൽ തൂക്കിയിടാൻ മാത്രമുള്ള ഭംഗി. പച്ചപ്പിനിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്ന കൂനൂർ നദിയും അതിസുന്ദരിയാണ്. ആ തേയിലത്തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തായി മിസ്റ്റ് കാണുന്നില്ലേ, എന്നാ സീനിക്കായി സ്ഥലം.
നിങ്ങൾ റണ്ണിമേഡ് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ റണ്ണിമേഡ് ഡിസ്ട്രിക്റ്റ് UK എന്നൊരു സെർച്ച് റിസൾട്ട് വരും. റണ്ണിമേഡ് UK-യിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു മിനി UK സൃഷ്ടിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പേര്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട സ്റ്റേഷൻ അഡർലിയും UK-യിലുള്ള സ്ഥലമാണ്. റണ്ണിമേഡ് കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റോപ്പ് കാട്ടേരി റോഡാണ്. കാട്ടേരി റോഡിൽ ഇപ്പോൾ ട്രെയിൻ നിർത്താറില്ല, പണ്ട് നിർത്താറുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഹൈറ്റ് കയറുന്ന ഫീൽ തരാത്ത പോലെ റെയിൽവേ ലൈൻ നിർമ്മിക്കാനും ഒരു കഴിവ് വേണം. അതിനുള്ള ക്രെഡിറ്റ് ഫുൾ നിക്ലസ് റിഗൻബാക്കിനാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാനാണല്ലോ. ശരിക്കും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാടുകൾ കാണുന്നുണ്ട്, കൊക്ക കാണുന്നുണ്ട്, ഒരു സൈഡിൽ വലിയ മല കാണുന്നുണ്ട്. പക്ഷേ ഈ ട്രെയിൻ വലിയൊരു മല കയറുന്ന ഫീല് ഇതുവരെ എനിക്ക് കിട്ടിയേയില്ല. കാട്ടിക്കൂടെ പോണ ഫീല് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഒരു ജേണിക്ക് സ്കെയറി ആംഗിൾ ഒട്ടുമില്ല, എക്സ്റ്റസി ആംഗിൾ മാത്രമേ ഉള്ളൂ. ഈ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്റ്റസി, അത് മാത്രമേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. 1800-കളുടെ അവസാനത്തിലാണ് ഈ റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ തുടങ്ങിയത്. 1800-കളുടെ അവസാനത്തിൽ ഈ റൂട്ടൊക്കെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരിക്കും, സർവേ ഒക്കെ നടത്തിയത് എങ്ങനെയായിരിക്കും, കാട്ടിൻ്റെ ഉള്ളിൽ കയറി. അതൊക്കെ ഒരു സംഭവം അല്ലേ. ഇന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി ഉണ്ട്, അന്ന് അതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഇവർ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കി. ഹാറ്റ്സ് ഓഫ്. ശരിക്കും കുറേ മലകൾ തുറന്നിട്ടാണ് ഈ ഒരു റെയിൽവേ ലൈൻ പോകുന്നത്. ചില മലകൾ തുറന്ന് ടണലാക്കിയിട്ടുണ്ട്, ചിലത് ഓപ്പണായിട്ട് അങ്ങോട്ട് തുറന്നേക്കാണ്. അങ്ങനെയാണ് ഈ റെയിൽവേ ലൈനിൻ്റെ ഒരു റൂട്ട്. ഈ ടണലുകളൊക്കെ ഉണ്ടാക്കിയത് ആരായിരിക്കും? ഈ റെയിൽവേ ലൈൻ പണിയാൻ കുറേ വർക്കേഴ്സ് വേണ്ടി വന്നിട്ടുണ്ടാകും. ഇത്രയും ചലഞ്ചിങ് ആയ വർക്ക് കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് ഇങ്ങനെയൊരു ഇമ്പോസിബിൾ ടാസ്ക് പോസിബിൾ ആക്കിയത് ആരായിരിക്കും? ഈ ക്വസ്റ്റ്യൻസ് വല്ലാതെ അലട്ടിയപ്പോൾ അതിനെക്കുറിച്ചും ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു. ഗൂഗിൾ തന്ന ഉത്തരം റാവ് ബഹദൂർ ബെല്ലിയാരി ഗൗഡർ എന്നാണ്. ഞാൻ പേര് വായിച്ചത് ചിലപ്പോൾ തെറ്റായിരിക്കും. അരിയെന്നാണോ ആരിയെന്നാണോ എനിക്കറിയില്ല. ബെല്ലിയാരി ഗൗഡർ എന്നാണ് ഞാൻ വായിച്ചത്. ഇനി ബെല്ലിയാരി ഗൗഡർ എന്നാണോ എന്നറിയില്ല. അദ്ദേഹം ഊട്ടിയുടെ സ്വന്തം ബഡുഗ കമ്മ്യൂണിറ്റിയിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളിൽ കുറേ ബഡുഗാസും ഉണ്ടായിരുന്നു. റെയിൽവേ ലൈനിനു വേണ്ടിയുള്ള വഴി തെളിച്ചതും പാറകൾ പൊട്ടിച്ചതും ടണലുകളും പാലങ്ങളും നിർമ്മിച്ചതുമെല്ലാം ബെല്ലി ഗൗഡറും അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളുമാണ്. ബ്രിട്ടീഷ് വിഷൻ ഇന്ത്യൻ സ്വെറ്റ് എന്ന തിയറിയുടെ മറ്റൊരു എക്സാമ്പിൾ കൂടിയാണ് ഈ റെയിൽവേ ലൈൻ. ദുഷ്കരമായ ടെറൈനിൽ വിജയകരമായി റെയിൽവേ ലൈൻ നിർമ്മിച്ചതിന് അദ്ദേഹത്തിന് റാവ് ബഹദൂർ എന്ന സ്ഥാനം ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുള്ള മികച്ച സേവനത്തിനോ അല്ലെങ്കിൽ പൊതുക്ഷേമ പ്രവർത്തനങ്ങൾക്കോ വ്യക്തികൾക്ക് നൽകുന്ന ബഹുമതിയാണ് റാവ് ബഹദൂർ. നോർത്ത് ഇന്ത്യയിൽ ഈ ടൈറ്റിൽ റായ് ബഹദൂർ എന്നാണ് അറിയപ്പെടുന്നത്. ബഹുമതി ലഭിക്കുന്ന ആൾ സിഖാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവി സർദാർ ബഹദൂർ എന്നും മുസ്ലിം ആണെങ്കിൽ ഖാൻ ബഹദൂർ എന്നുമായിരുന്നു. ടൈറ്റിൽ കൂടാതെ ടൈറ്റിൽ ബാഡ്ജും ഇവർക്ക് ലഭിക്കും. പൊതുസേവനം, വാണിജ്യം, വ്യവസായം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് നൽകിയ പദവിയായിരുന്നു റാവ് ബഹദൂർ. ഞാൻ പഠിച്ച പാഠപുസ്തകങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ പ്രോപ്പർ വില്ലന്മാരായിരുന്നു. പക്ഷെ സ്വന്തമായി ചരിത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വില്ലനിസം ഫെയ്ഡ് ആവുകയാണല്ലോ. വെറുമൊരു കോൺട്രാക്ടർ മാത്രമായിരുന്നില്ല ആരി ഗൗഡർ. മദ്രാസ് സംസ്ഥാന നിയമസഭാ അംഗവും മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗവും ഒക്കെയായിരുന്നു അദ്ദേഹം. നീലഗിരി കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി രൂപീകരിച്ചതും ഗൗഡറാണ്. അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ആളായിരുന്നു. ബഡുകകൾക്കായി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമമായ ഹുബത്താലയിൽ ഒരു സ്കൂളും തുടങ്ങി. സ്ഥലത്തിൻ്റെ പേര് ഞാൻ വായിച്ചത് കറക്റ്റാകാൻ ചാൻസ് വളരെ കുറവാണ്. കറക്റ്റ് അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഹുബത്താല എന്ന് വായിച്ചുവെന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് എങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഊട്ടി ട്രെയിനിൻ്റെ ഹിസ്റ്ററിയിൽ ബഡുക ഹാർഡ് വർക്കിനും ഡിറ്റർമിനേഷനും പ്രത്യേക സ്ഥാനമുണ്ട്. ഇനിയൊരു സംഭവം കൂടി കാണിക്കാം. സാൻഡ് ബോക്സ്. ട്രാക്ഷൻ മെച്ചപ്പെടുത്തുന്നതിനായി റെയിലിൽ ഈ ബോക്സിലുള്ള മണൽ നിക്ഷേപിക്കും. ഈ ബോക്സിലുള്ള മെറ്റീരിയൽ കണ്ടിട്ട് മണലായിട്ട് എനിക്ക് തോന്നുന്നില്ല. മണലിൻ്റെ സിമിലർ പ്രോപ്പർട്ടിയുള്ള എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പോഴുള്ള ട്രെയിനുകളിലും സാൻഡ് ബോക്സ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിപ്പം മാനുവലായിട്ടാണ് ചെയ്യുന്നത്. ആ ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്നവർ തന്നെ ആവശ്യമുള്ളപ്പോൾ ആ ഒരു മെറ്റീരിയൽ താഴെ ട്രാക്കിലേക്ക് നിക്ഷേപിക്കും. കൂടുതലായും കുത്തനെയുള്ള റെയിൽവേ ട്രാക്കുകളിലും നനവും വഴുവഴുപ്പുമുള്ള സാഹചര്യങ്ങളിലുമാണ് സാൻഡ് ബോക്സിൽ നിന്നും സാൻഡ് ഡ്രോപ്പ് ചെയ്യാറ്. കൂനൂർ എത്തുന്നതിന് മുമ്പുള്ള അട്രാക്ഷനാണ് ഗ്ലെൻവർത്ത് എസ്റ്റേറ്റ്. ഇവരുടെ ചായപ്പൊടിയുടെ പേര് ഗ്ലെൻഡെയിൽ എന്നാണ്. ഇവരുടെ എസ്റ്റേറ്റും ഫാക്ടറിയും എല്ലാം ഈ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തേയിലത്തോട്ടമാണ് ഗ്ലെൻവർത്ത് എസ്റ്റേറ്റ്. ഞാൻ ഗ്ലെൻഡെയിൽ ടീ എന്ന് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഇവരുടെ പ്രൊഡക്റ്റ് ഇല്ല എന്ന് തോന്നുന്നു. കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവരുടെ മാർക്കറ്റ് വിദേശ രാജ്യങ്ങളാണ്. അമേരിക്ക, UK, റഷ്യ, പോളണ്ട്, ജർമ്മനി, ജപ്പാൻ, ചൈന, തായ്വാൻ മുതലായ രാജ്യങ്ങളിലേക്കാണ് ഇവർ ടീ എക്സ്പോർട്ട് ചെയ്യുന്നത്. 1050 പേർക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ജോലി കൊടുക്കുന്ന ഒരു എസ്റ്റേറ്റാണ് ഗ്ലെൻവർത്ത് എസ്റ്റേറ്റ്. റോഡിന് പാരലായി ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ
ഉറപ്പിച്ചോളൂ കൂനൂർ എത്തിയെന്ന്. ഈ വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്യുവാണ്, ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ട്രെയിൻ പോയിട്ട് വേണം ഇവർക്ക് ക്രോസ് ചെയ്യാൻ. റോഡും ട്രെയിനും ഇങ്ങനെ പാരലായിട്ട് പോകുമ്പോൾ കാണാൻ നല്ല രസമാണ്. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒരു റെയിൽവേ ഗേറ്റ് കാണും, അതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ തേടിയ റെയിൽവേ ഗേറ്റ്. ഈ വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ബോറടിക്കാൻ ചാൻസ് ഇല്ല. ടോയ് ട്രെയിൻ പോകുന്നത് കാണാൻ അത്രയ്ക്ക് ഭംഗിയല്ലേ. ഞാൻ തന്നെ എത്ര വട്ടം ഊട്ടി ട്രെയിൻ പോകുന്നത് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെയും കാണുമ്പോൾ എന്തോ ഒരു പുതുമ എപ്പോഴും ഫീൽ ആകാറുണ്ട്. കൂനൂർ സ്റ്റേഷൻ എത്താറായി. കൂനൂർ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റീം എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിനാക്കും. സത്യം പറഞ്ഞാൽ എഞ്ചിൻ മാറ്റുന്നത് പിന്നീട് വന്ന് എടുത്തതാണ്. ഈ ട്രിപ്പിൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഡീസൽ എഞ്ചിൻ മാറ്റി സ്റ്റീം എഞ്ചിൻ ഘടിപ്പിക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ കാണിക്കുന്ന വീഡിയോ കൂനൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്ക് പോകുന്ന ടോയ് ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് മാറ്റുന്ന വീഡിയോ ആണ്. F2 ഫസ്റ്റ് ക്ലാസ് ബോഗിയും ഡീസൽ എഞ്ചിനും ഒരുമിച്ചാണ് മാറ്റുന്നത്. ഊട്ടിയിൽ നിന്നും കൂനൂർ വരെ ഒരു എക്സ്ട്രാ ബോഗിയാണ്, അത് ഫസ്റ്റ് ക്ലാസ് കോച്ചാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതായത് ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ F2 കോച്ച് കൂനൂർ വരെ കാണും. മേട്ടുപ്പാളയത്ത് നിന്ന് വരുമ്പോൾ കൂനൂരിൽ നിന്ന് F2 കോച്ച് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് X37398 എഞ്ചിനാണ്. നീൽഗിരി ക്യൂൻ എന്നാണ് പേര്. നമ്മുടെ എഞ്ചിൻ്റെ പേര് ബെറ്റാക്യൂൻ എന്നായിരുന്നു. പിന്നെ ഇതാ ഇങ്ങനെ ഘടിപ്പിക്കും, ലോക്കാക്കും. എഞ്ചിൻ ബോഗിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എല്ലാ എഞ്ചിനും ബോഗിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കും ഊട്ടിയിലേക്കുള്ള ട്രാക്കും താഴെയും മുകളിലുമായാണ്. ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ കൂനൂർ സ്റ്റേഷനിൽ ട്രെയിൻ കയറ്റാനായി ആദ്യം മുന്നോട്ട് പോയി ട്രാക്ക് ചേഞ്ച് ചെയ്താണ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അതുകൂടെ ഒന്ന് കണ്ടാലോ. താഴെ കാണുന്നതാണ് കൂനൂർ സ്റ്റേഷൻ. സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ ആദ്യം കുറേ മുന്നോട്ട് പോകും. ഇനി താഴത്തെ ട്രാക്കിലേക്ക് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറും. താഴത്തെ ട്രാക്ക് മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന ട്രാക്കാണ്. ഇങ്ങനെ ട്രാക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പുതിയ സംഭവമൊന്നും അല്ലെങ്കിലും ടോയ് ട്രെയിൻ ഇതൊക്കെ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. താഴത്തെ തട്ടിൽ റെയിൽവേ സ്റ്റേഷൻ, മുകളിലേക്ക് ഊട്ടിക്ക് പോകുന്ന ട്രാക്ക്, രണ്ടും കാണാൻ സൂപ്പറാണ്. സീനറി വെച്ച് നോക്കുമ്പോൾ റണ്ണിമേട് റെയിൽവേ സ്റ്റേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ട്രെയിനിനെ സെൻട്രൽ ക്യാരക്ടറായി ചിന്തിച്ചിട്ട് ഏത് സ്റ്റേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ കൂനൂർ സ്റ്റേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയേണ്ടി വരും. അതിനുള്ള കാരണം എൻജിൻ ചേഞ്ച് ചെയ്യുന്നത് കാണാം, ട്രാക്കുകൾ തമ്മിലുള്ള ആ ഒരു എലിവേഷൻ ഡിഫറൻസ്, ഇതൊക്കെയാണ് കൂനൂർ സ്റ്റേഷൻ ട്രെയിൻ സെൻട്രൽ ക്യാരക്ടറായി ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം. ഞാൻ കൂനൂർ എത്തിയപ്പോൾ കൂനൂർ സൂപ്പർ മിസ്റ്റി ആയിരുന്നു. ഹൈ റേഞ്ച് വൈബ്. കൂനൂറിൻ്റെ MSL 1711 മീറ്ററാണ്. ഈ ടോയ് ട്രെയിനിൽ കയറിയാൽ മേലനങ്ങാതെ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഇനി കുറച്ച് ട്രാവൽ ടിപ്സ് പറയാം. ഒരിക്കലും ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്ക് യാത്ര ചെയ്യല്.
താഴേക്ക് ഇറങ്ങുമ്പോൾ കൂനൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹിൽഗ്രൂവ് സ്റ്റേഷനാണ്. ബാക്കിയുള്ള സ്റ്റേഷനുകളിലൊന്നും നിർത്തില്ല. ആകെ കാഴ്ച കാണാൻ പറ്റുന്നത് ഹിൽഗ്രൂവ് സ്റ്റേഷനിലാണ്. അവിടുന്ന് സ്നാക്സൊക്കെ കഴിക്കാം, അത്രയൊക്കെ ഉള്ളൂ. മേട്ടുപ്പാളയത്തു നിന്നും ഊട്ടിക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട എല്ലാ സ്റ്റേഷനിലും ട്രെയിൻ നിർത്തും. ട്രെയിൻ സഞ്ചരിക്കുന്ന ദിശയിലുള്ള സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ലക്കിയാണ്. കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ സാധിക്കും. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ സീറ്റ് കിട്ടിയാൽ നിങ്ങൾ സൂപ്പർ ലക്കിയാണ്. അതായത് ട്രെയിൻ സഞ്ചരിക്കുന്ന ദിശയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ലക്കിയാണ്. നിങ്ങൾക്ക് ട്രെയിൻ സഞ്ചരിക്കുന്ന ദിശയിൽ സീറ്റ് കിട്ടി, അതുകൂടാതെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് സീറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ സൂപ്പർ ലക്കിയാണ്. ഏറ്റവും കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോഴാണ്. അതൊക്കെ ലക്ക് പോലെ ഇരിക്കും. സീറ്റ് റിസർവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സീറ്റൊക്കെയാണ് കിട്ടാറ്. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ രീതിയിൽ സീറ്റ് കിട്ടിയാൽ നിങ്ങളുടെ യാത്ര നിങ്ങൾ ശരിക്കും ആസ്വദിക്കും. കൂനൂർ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേഷൻ വെല്ലിംഗ്ടൺ ആണ്. ഒറിജിനൽ പേര് ജക്കറ്റല്ല എന്നാണ്. ആ പേര് പറഞ്ഞതും കറക്റ്റ് ആയിരിക്കില്ല, വായിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ജക്കറ്റല്ലയ്ക്ക് വെല്ലിംഗ്ടൺ എന്ന പേര് നൽകിയത് ബ്രിട്ടീഷുകാരാണ്. വെല്ലിംഗ്ടണിൽ മദ്രാസ് റെജിമെൻ്റൽ സെൻറ്ററും ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജുമുണ്ട്. വെല്ലിംഗ്ടൺ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ കണ്ടോൺമെൻറ്റ് ഏരിയയാണ്. നമ്മുടെ കണ്ണൂരുമില്ല കണ്ടോൺമെൻറ്റ് ഏരിയ, അതുപോലെയൊക്കെ തന്നെ. ഇവിടെ ഒരു സ്പെഷ്യൽ മാർക്കറ്റ് ഉണ്ട്, 8th മാർക്കറ്റ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിപ്പോൾ വെല്ലിംഗ്ടണിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മാസത്തിലെ ആദ്യ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയുമാണ് 8th മാർക്കറ്റ് ഓപ്പൺ ആക്കാറ്. അതായത് ഈ പറഞ്ഞ ഞായറാഴ്ചകളിൽ സെല്ലർമാർ അവരുടെ ഗുഡ്സുമായി വന്ന് കച്ചവടം നടത്തും. ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങാൻ കിട്ടും. അതും വളരെ അഫോർഡബിൾ ആയ പ്രൈസിൽ. ചിലപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കിട്ടും. അത് ലക്ക് പോലെ ഇരിക്കും. വെല്ലിംഗ്ടൺ ഐലൻഡിൽ ജനിച്ച ഏറ്റവും പ്രശസ്തനായ വ്യക്തി ഒരു ബ്രിട്ടീഷുകാരനാണ്, റോബർട്ട് ഹാൻബറി ബ്രൗൺ. അദ്ദേഹം അസ്ട്രോണമറും ഫിസിസിസ്റ്റും ഒക്കെ ആയിരുന്നു. റേഡിയോ ആസ്ട്രോണമിക്കും റഡാർ വികസിപ്പിക്കുന്നതിനും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് റോബർട്ട്. അറുവങ്കാടാണ് കോർഡൈറ്റ് ഫാക്ടറി ഉള്ളത്. കോർഡൈറ്റ് ഫാക്ടറി സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. പേര് പോലെ തന്നെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കോർഡൈറ്റ് ആണ്. കോർഡൈറ്റ് ഉപയോഗിക്കുന്നത് ചെറിയ ആയുധങ്ങൾ നിർമ്മിക്കാനാണ്. കോർഡൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ റിസർച്ച് നടത്തേണ്ടി വരും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ വെല്ലിംഗ്ടണിൽ വെച്ച് പറഞ്ഞ 8th മാർക്കറ്റും കോർഡൈറ്റ് ഫാക്ടറിയുമായി ബന്ധമുണ്ട്. 8th മാർക്കറ്റ് ആദ്യം കോർഡൈറ്റ് ഫാക്ടറിയുടെ കോമ്പൗണ്ടിന് പുറത്തായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. കോർഡൈറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർക്ക് 7-ാം തീയതിയായിരുന്നു ശമ്പളം കിട്ടിയിരുന്നത്. ജോലിക്കാർക്ക് ശമ്പളം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം കോർഡൈറ്റ് ഫാക്ടറിയുടെ സമീപം കച്ചവടക്കാർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും കിട്ടുന്ന മാർക്കറ്റ്. 8th മാർക്കറ്റ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയാണ് 8th മാർക്കറ്റ് കോർഡൈറ്റ് ഫാക്ടറിയുടെ മുന്നിൽ നിന്ന് വെല്ലിംഗ്ടൺ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. 8th മാർക്കറ്റിൻ്റെ ഒറിജിൻ അറുവങ്കാടാണ്. ഞാൻ 2004-2008 കാലഘട്ടത്തിൽ 8th മാർക്കറ്റിൽ നിന്ന് നല്ല ഭംഗിയുള്ള സെറ്റ് ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. വില 100-150 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ആയിരുന്നു. ഞാൻ കുറേ കാലം യൂസ് ചെയ്തു. പിന്നെ 8th മാർക്കറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിൽ ഡിഫക്റ്റുള്ള ഡ്രസ്സും കാണും, നല്ലതും കാണും. നമ്മൾ ക്ഷമയോടെ ഇങ്ങനെ തിരഞ്ഞെടുക്കണം. ബ്രിട്ടീഷുകാർ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ് യൂക്കാലിപ്റ്റസ്. ഫ്യൂവൽ വുഡായിട്ട് യൂസ് ചെയ്യാനാണ് അവർ യൂക്കാലിപ്റ്റസ് നട്ടുപിടിപ്പിച്ചത്. പണ്ട് മേജർ ഫോം ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നത് വുഡാണല്ലോ. നമ്മൾ വുഡ് കത്തിച്ചിട്ടാണ് വെട്ടം ഉണ്ടാക്കുന്നത്, ഫുഡ് പാകം ചെയ്യുന്നത്, എല്ലാത്തിനും വുഡ് വേണമായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് അവർ യൂക്കാലിപ്റ്റസ് ഇവിടെ നീലഗിരിയിൽ നട്ടു വളർത്തിയത്. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഊട്ടി യൂക്കാലിപ്റ്റസ് തൈലത്തിന് ഫേമസ് ആണ്. യൂക്കാലിപ്റ്റസിൻ്റെ ഉണങ്ങിയ ഇല കൊണ്ടാണ് തൈലം ഉണ്ടാക്കുന്നത്. 2004-2008 കാലഘട്ടത്തിൽ യൂക്കാലി തൈലം ഉണ്ടാക്കുന്ന കുറേ ഷെഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. യൂക്കാലി തൈലം ഉണ്ടാക്കുന്നത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ വാറ്റൽ. ചാരായം വാറ്റുന്ന ആ ഒരു പ്രോസസ്സാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ സിമിലർ ആയിരിക്കാം. പ്രോസസ്സ് അറിയില്ലെങ്കിലും തീയൊക്കെ ഇട്ടിട്ടാണ് യൂക്കാലി തൈലം ഉണ്ടാക്കുന്നത്. ഷെഡുകളിൽ നിന്നിങ്ങനെ പുക വരുന്നത് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. കേത്തി വാലി ഏഷ്യയിലെ 2ാമത്തെ ലാർജസ്റ്റ് വാലിയാണെന്നാണ് പറയപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നും ഈ വാലിക്ക് വിളിപ്പേരുണ്ട്. കേത്തി വാലിയിലെ മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബഡ്ഗ കമ്മ്യൂണിറ്റിയാണ്. അതായത് കൂടുതലും ബഡ്ഗാസാണ് കേത്തി വാലിയിലുള്ളത്. കേത്തി വാലിയിൽ ഇഷ്ടംപോലെ ക്യാരറ്റ് തോട്ടങ്ങളുണ്ട്. ക്യാരറ്റ് മാത്രമായിരിക്കില്ല, ഇംഗ്ലീഷ് വെജിറ്റബിൾസായ ഉരുളക്കിഴങ്ങും ക്യാബേജും കോളിഫ്ലവറും എല്ലാം കാണും. ഇനി നമുക്കൊന്ന് കേത്തി വാലി കണ്ടാലോ? ഏഷ്യയിലെ 2nd ലാർജസ്റ്റ് വാലിയാണെന്നൊക്കെയല്ലേ പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു വലിപ്പം കാണണ്ടേ? ഇതാണ് കേത്തി വാലി. മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം, നോ എസ്കേപ്പ് റൂട്ട്സ്. വാലിയിൽ നിന്ന് നോക്കുമ്പോൾ മലകളുടെ സ്പെല്ലിൽ ട്രാപ്പായ ഫീലായിരിക്കും. ചുറ്റും മലകൾ. അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നത് അറിയാത്ത ഫീലായിരിക്കും. ഗംഗേ, ഞാനിപ്പോൾ എന്താ പറഞ്ഞത് അഖിലേട്ടാ? ഒന്ന് സാഹിത്യം ലൈൻ പിടിച്ചു നോക്കിയതാ. ഒത്തില്ല.
സാഹിത്യം ചീറ്റിയ സ്ഥിതിക്ക് ഇനി ഫാക്ട്സ് പറയാം. 14ലേറെ ചെറിയ ഗ്രാമങ്ങളുള്ള ഒരു വാലിയാണ് കേത്തി. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഗാട്ട്സ് മലനിരകൾ കാവൽ നിൽക്കുന്ന വാലിയാണ് കേത്തി. കേത്തി കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റേഷൻ ലൗഡേലാണ്. ലൗഡേൽ തേയിലത്തോട്ടത്തിൻ്റെ ഗ്രാമമാണ്. ലൗഡേലിൽ ലോറൻസ് സ്കൂളും ചർച്ചുമുണ്ട്. ലോറൻസ് സ്കൂൾ ഊട്ടിയിലെ ഫേമസ് സ്കൂളുകളിൽ ഒന്നാണ്. അരുന്ധതി റോയും കുറേ പ്രോമിനൻറ്റ് ഫിലിം സ്റ്റാർസും ബിസിനസ് മാഗ്നറ്റ്സും ഒക്കെ പഠിച്ച സ്കൂളാണ് ലോറൻസ്. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ മൊത്തം ടണലുകൾ 16 അതിൽ 13 ടണലും കൂനൂർ എത്തുന്നതിന് മുമ്പാണ്. നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കോ അല്ലെങ്കിൽ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കോ ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ 3 ടണലുകൾ മാത്രമേ കാണാൻ സാധിക്കൂ. മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടി വരെ ഈ കാണുന്നത് പോലെ 208 വളവുകളുണ്ട്. ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള വളവുകൾ വരുമ്പോഴാണ്. ഇതുപോലെ ചെറുതും വലുതുമായി 208 വളവുകളുള്ള റെയിൽവേ ലൈനാണ് നീൽഗിരി മൗണ്ടൈൻ റെയിൽവേക്കുള്ളത്. ഫേൺഹിൽ സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യില്ല. ഫേൺഹില്ലിൽ ഏറ്റവും ഫേമസ് ഫേൺഹിൽ പാലസ് ആണെന്ന് തോന്നുന്നു. ഫേൺഹിൽ പാലസ് 1844 ബ്രിട്ടീഷുകാരനായ ക്യാപ്റ്റൻ എഫ് കോട്ടൺ ആണ് പണിതത്. പിന്നീട് മൈസൂർ മഹാരാജാവിൻ്റെ സമ്മർ പാലസ് ആകുന്നതുവരെ പലരും അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഫേൺഹിൽ പാലസ് ഹെറിറ്റേജ് ഹോട്ടലാണ്. ഒരു രാത്രി സ്റ്റേ ചെയ്യാൻ 8,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത്. ഇത്രയും രൂപ മുടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഫേൺഹിൽ പാലസിൽ നിങ്ങൾക്കും ഒരു ദിവസം താമസിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ഊട്ടി ലേക്ക്. ഊട്ടി വന്നവരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഊട്ടി ലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ബോട്ടിൽ കയറിയിട്ടുമുണ്ടാകും. ഞാനും ബോട്ടിൽ കയറിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാകും. ഊട്ടി ലേക്കിലേക്ക് ഊട്ടി ടൗണിലെ വേസ്റ്റ് വെള്ളം കൂടെ തള്ളുന്നുണ്ടെന്ന്. ഈ ഒരു കനാൽ കണ്ടില്ലേ? ഇതിൽ ഊട്ടി ടൗണിലെ മാലിന്യമെല്ലാം കാണും. ഈ കനാലിൻ്റെ കണക്ഷൻ ഊട്ടി ലേക്കിലേക്കാണ്. ഇനി ഇത് ശുദ്ധീകരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടിട്ട് കനാൽ നേരിട്ട് ലേക്കിലേക്ക് എക്സിറ്റ് ചെയ്യുവാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. MSL ലെവൽ 2203.247 മീറ്റർ. ഇപ്പോൾ സമയം 12:20. 5 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് MSL 300+ മീറ്ററിൽ നിന്ന് MSL ലെവൽ 2203.247 മീറ്ററിലേക്ക് ഈ ട്രെയിൻ എന്നെ എത്തിച്ചു. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ഒരു കൺജഷനൊക്കെ ഫീൽ ആകുന്നുണ്ട്. വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയായിരിക്കും. പക്ഷേ ഈ കാണുന്ന ബിൽഡിങ്ങിന് കൊളോണിയൽ സ്റ്റൈൽ ഡിസൈൻ ആയിരുന്നാൽ കാണാൻ കുറച്ചുകൂടെ നന്നായേനെ. 125 വർഷത്തിലേറെ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ എന്തിനാ ന്യൂ ഫേസ്? ബിൽഡിങ്ങിൻ്റെ എലവേഷൻ കൊളോണിയൽ സ്റ്റൈൽ തന്നെ മതിയായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് ഈ മോഡൽ എലവേഷനുള്ള റെയിൽവേ സ്റ്റേഷൻ കാണും. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ? നീൽഗിരി മൗണ്ടൈൻ റെയിൽവേക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. NMRൻ്റെ മേജർ സ്റ്റേഷനാണ് ഊട്ടി. ഊട്ടിക്ക് അപ്പോൾ ആ ഒരു ഹെറിറ്റേജ് ലുക്കൊക്കെ വേണ്ടേ? ഹെറിറ്റേജ് ലുക്ക് വരണമെങ്കിൽ ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ ഡിസൈനൊക്കെ വേണ്ടേ? ഇതിപ്പോൾ അതൊന്നുമില്ല. ബിൽഡിങ്ങിൻ്റെ എലവേഷനൊക്കെ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ആ ഒരു ഹെറിറ്റേജ് ലുക്കില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.